സ്വർണവും വെള്ളിയും റെക്കോർഡിന്റെ പുതിയ ഉയരങ്ങളിൽ. പവന് 1080 രൂപ കൂടി 1,05,600 രൂപയിൽ. വെള്ളിക്ക് ഗ്രാമിന് 285. ചെമ്പ്, അലുമിനിയം തുടങ്ങി വ്യവസായ ലോഹങ്ങളുടെയും വിലയിൽ കുതിപ്പ്. തീരുവപ്പേടി മുതൽ ഉൽപാദന തടസ്സം വരെ കാരണം പലത്. മെറ്റൽ കമ്പനികളുടെ ഓഹരികളിൽ ശക്തമായ വാങ്ങൽ താല്പര്യം. ഓഹരി വിപണി ചാഞ്ചാട്ടത്തോടെ ചുവപ്പ്. നാളെ അവധി. IPO വിപണിയിൽ മിന്നും താരമായി പൊതുമേഖലാ സ്ഥാപനം. കോക്കിംഗ് കോൾ ഇന്ത്യ 1071 കോടി രൂപ ലക്ഷ്യം വെച്ച പ്രാരംഭ ഓഹരി വിൽപ്പനയ്ക്ക് ലഭിച്ചത് 1.1 ലക്ഷം കോടിയുടെ മൂല്യമുള്ള ബിഡുകൾ. ഇഷ്യൂ സൈസിന്റെ 147 മടങ്ങ്. ഇന്ത്യൻ മുളക്, ജീരകം തുടങ്ങിയ ഇനങ്ങൾ സ്വയം ഉൽപ്പാദിപ്പിച്ച് വിപണി പിടിക്കാനുള്ള നീക്കത്തിൽ ചൈന. ഈ രംഗത്ത് ഇന്ത്യക്കുള്ള മേൽക്കൈ ഇടിയുമെന്ന ആശങ്കയിൽ കയറ്റുമതിക്കാർ. ന്യായവില പേടിയുള്ള കർഷകർക്ക് കൂടുതൽ നിരാശ. അമേരിക്കൻ ഉപരോധ ഭീഷണികൾക്കിടയിൽ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിൽ 2ാം സ്ഥാനം കൈവിട്ട് ഇന്ത്യ. ഡിസംബറിലെ കണക്ക് പ്രകാരം തുർക്കിയാണ് 2ാമത്തെ വലിയ വാങ്ങലുകാരെന്ന് യൂറോപ്പിലെ സെന്റർ ഫോർ റിസർച്ച് ഓൺ എനർജി ആൻഡ് ക്ലീൻ എയർ. ഇന്ത്യൻ ഇറക്കുമതിയിൽ 29% കുറവ്. ട്രംപിന്റെ താരിഫ് പ്രയോഗത്തിനെതിരായ കേസിൽ US സുപ്രീം കോടതി വിധി ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 8:30. US പ്രസിഡന്റിന്റെ പ്രത്യേകാധികാര പ്രയോഗത്തിനെതിരെയാണ് വിധിയെങ്കിൽ ഇന്ത്യ അടക്കം നിരവധി രാജ്യങ്ങൾക്ക് സമാശ്വാസം. ബിസിനസ് വാർത്തകൾ വിശദമായി അറിയാൻ ധനം ഓൺലൈൻ.